സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധയും പരിഗണനയും ഒക്കെ നമുക്ക് ലഭിക്കും. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉൾപ്പെടുന്ന സമയത്ത് അവഗണനയാണ് നാം സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നാം ഉൾപ്പെടുമ്പോൾ ആദ്യമേ നാം സ്വീകരിക്കേണ്ട ഒരു മാർഗം സ്ട്രെസ് മാനേജ്മെൻറ്റ് പരിശീലിക്കുക എന്നുള്ളതാണ്. ടെൻഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അത് നമ്മെ സഹായിക്കില്ല. അതുകൊണ്ട് മാനസികമായിട്ട് നാം ഹാപ്പി ആവുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും ശുഭാപ്തി വിശ്വാസം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അടുത്ത പടി ഈഗോ പൂർണ്ണമായി ഒഴിവാക്കണം എന്നുള്ളതാണ്. അനാവശ്യമായ ഈഗോ ഈ പ്രതിസന്ധിക്ക് നമുക്ക് ഭയങ്കരമായ ദോഷം ചെയ്യും. എവിടെ നിന്നാണോ നിങ്ങൾ കടം എടുത്തിട്ടുള്ളത്, വ്യക്തി ആയിക്കോട്ടെ ഏതെങ്കിലും സ്ഥാപനങ്ങളായിക്കോട്ടെ, നേരിട്ട് അവരെ സമീപിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അതിന് ധാരാളം മെച്ചം ഉണ്ടാകും. അതേസമയം നിങ്ങൾ തവണ മുടക്കുകയും അവർ നിങ്ങളെ തേടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് സാധിക്കില്ല. അതേസമയം നമുക്ക് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബാധ്യതയുടെ അടവ് ബുദ്ധിമുട്ടാണ്, ഇളവ് തരണം, കുറച്ച് സാവകാശം തരണം എന്ന് പറഞ്ഞ് നാം അവരെ തേടി അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ഈ ഒരു സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ നാം തയ്യാറാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ് ഫലത്തിൽ ചെയ്യുന്നത്. നിങ്ങളിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകുകയും അവരതിന് തീർച്ചയായും അവസരം നൽകുകയും ചെയ്യും. കാരണം മുടക്കിയ പണം തിരിച്ചു കിട്ടുക എന്നുള്ളത് അവരുടെ കൂടി ആവശ്യമാണല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അവരെ സമീപിച്ച് കുറച്ച് അവധി വാങ്ങിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട അടുത്ത നടപടി. അതിനുശേഷം നാം നമ്മളുടെ ഫാമിലിയുടെ ഒരു ഫാമിലി ബജറ്റ് തയ്യാറാക്കണം. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വരവുള്ളത്, ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ചിലവുള്ളത്. സാധാരണ വരവിനെ പറ്റി പറയാറുണ്ട്, വരവ് കണ്ണുനീര് പോലെയും ചിലവ് വിയർപ്പ് പോലെയുമാണെന്ന് പറയാറുണ്ട്. കാരണം കണ്ണുനീര് വരുന്നത് കണ്ണിൽ നിന്ന് മാത്രമാണ്, വിയർപ്പ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരും. വീട്ടിലേക്കുള്ള വരവ് കുറവും ചെലവ് കൂടുതലുമാകുമ്പോഴാണല്ലോ നാം സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം ചെലവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് നമ്മൾ ബജറ്റ് തയ്യാറാക്കുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തവും അത്യാവശ്യമാണ്. അവരുമായിട്ട് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തതിന് ശേഷം ഏതൊക്കെ മേഖലയിൽ എന്ന് നാം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. വളരെ ചെറിയ കാര്യങ്ങൾ പോലും അതിൽ ഉൾപ്പെടുത്താൻ മടിക്കണ്ട. ഒരു ചായ അധികമായി കുടിക്കുന്നുണ്ട് എങ്കിൽ ആവശ്യമില്ലാതെ പുറത്തുനിന്ന് ഒരു ചായ കുടിക്കുന്ന ശീലം ഒഴിവാക്കിയാൽ 10 രൂപ ലാഭിക്കാൻ പറ്റുമെങ്കിൽ അതുപോലും നാം ലാഭിക്കണം. പലതുള്ളി പെരുവെള്ളം എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? അത് നമ്മൾക്ക് ഏറെ സഹായം ചെയ്യും. നമുക്ക് പ്രിയപ്പെട്ട പലതിനെയും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. നാം വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ച വാഹനം വിൽക്കേണ്ടതായിട്ട് വരും. വീട് നമ്മുടെ ഒരു സ്വപ്നമായിരിക്കും. നിരവധി വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടായിരിക്കും നാം വീട് സ്വന്തമാക്കിയത്. പക്ഷേ ഈ ഒരു പരിസ്ഥിതിയിൽ ആ വീട് ഒരു ബാധ്യതയാണെങ്കിൽ അത് ഒഴിവാക്കണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നാം അത് ചെയ്യാറില്ലേ? ക്യാൻസർ ബാധിക്കുമ്പോൾ എത്ര പ്രിയപ്പെട്ട എത്ര പ്രാധാന്യമുള്ള അവയവമായാലും ഈ മനോഹരമായ ലോകം കാണാൻ നമുക്ക് തന്നിരിക്കുന്ന കണ്ണിനാണ് ക്യാൻസർ ബാധിക്കുന്നതെങ്കിൽ ആ കണ്ണിനെ നീക്കം ചെയ്തുകൊണ്ട് മുഴുവൻ ശരീരത്തെയും രക്ഷിക്കാൻ വേണ്ടി നാം നോക്കില്ലേ? അതേപോലുള്ളൊരു തന്ത്രമാണ് ഇവിടെ നാം ഉപയോഗിക്കേണ്ടത്. ഒരു തരത്തിലുള്ള മർക്കടമുഷ്ടിയും പാടില്ല അതിൽ. അത് നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. കടം വാങ്ങി കടം വീട്ടുന്നൊരു ശീലം ആളുകളിൽ കണ്ടുവരാറുണ്ട്. അത് മറ്റൊരു അബദ്ധമാണ്. അത് നമ്മളെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ചെളിയിൽ ചാടിയ മൃഗത്തിൻ്റെ അവസ്ഥയാണ്. അത് രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്ന പോലെ, താഴ്ന്നു പോകുന്ന പോലെ നമ്മളെ അത് കൂടുതൽ കടക്കിണിയിലാക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ആവശ്യം വരുമാന വർധനവാണ്.
ക്രിയേറ്റ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം, പല സ്ഥലത്തു നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ അളവ് ഇതിലേതെങ്കിലും ഒന്ന് വർദ്ധിക്കുകയാണ് ആവശ്യം. സാധാരണ പറയാറുണ്ട്, എല്ലാ മുട്ടയും ഒരു കൊട്ടയിൽ ഇടരുത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഒരു കുടുംബത്തിന് പല രീതിയിൽ വരുമാനം വരുന്നത് വലിയൊരു ശക്തിയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ കൂടുതൽ സമയം വർക്ക് ചെയ്താൽ വരുമാനം കിട്ടുമെങ്കിൽ, ഓവർ ടൈം ചെയ്താൽ വരുമാനം കിട്ടുമെങ്കിൽ അത് നോക്കണം. അതേപോലെ തന്നെ ചില വിശ്വാസ പ്രമാണങ്ങളെ നമ്മൾ കൈവിടേണ്ടതായിട്ട് വരും. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ അപ്പൂപ്പൻ്റെ കാലത്ത് തുടങ്ങിയ കടയാണ്, അച്ഛനത് നന്നായിട്ട് നടത്തി, അതിനുശേഷം എനിക്ക് കിട്ടിയതാണ്, വർഷങ്ങളായിട്ട് ആ കടയാണ് നമ്മുടെ മുഴുവൻ ബാധ്യതയ്ക്കും കാരണം. ആ ഒരു ബിസിനസ് കൊണ്ടാണ് നാം സാമ്പത്തികമായി പ്രതിസന്ധിയിലായത്. അതിനോടുള്ള വൈകാരികമായ ആ ബന്ധം വെച്ച് തുടർന്നും ആ ബിസിനസ്സാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. അവിടെ അത്തരം അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാം അതിനെ കൈവിടേണ്ടതായിട്ട് വരും. അതുപോലെ ചിലർക്കൊരു ധാരണയുണ്ട്, ചില ജോലികൾ നമുക്ക് പറ്റിയതല്ല എന്നുള്ളൊരു ധാരണയുണ്ട്. അത് വളരെ തെറ്റാണ്. മറ്റൊരാളുടെ മുമ്പിൽ പണത്തിന് വേണ്ടി നാം കൈ നീട്ടേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ തല കുനിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സാഹചര്യം, അല്ല നമ്മൾ ജോലി ചെയ്യുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു ബാധ്യത അതിജീവിക്കാൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, ജോലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, അത് കണ്ടെത്തുക, ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ശാശ്വതമായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് കുടുംബത്തിൻ്റെ കൂടി പിന്തുണ ഉൾപ്പെടുത്തിക്കൊണ്ട്, കുടുംബത്തിൽ പ്രായപൂർത്തി ആയ ആളുകൾ, ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്, മറ്റൊരാൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൂടി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് കഴിയുന്ന മേഖലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബിസിനസ്സിന്, അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു തുണയായിട്ട് മാറും. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ളൊരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കാം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അച്ഛൻ പട്ടാളത്തിൽ നിന്നും പെൻഷനായി വന്ന സമയത്ത് ഞങ്ങളുടെ വിദ്യാഭ്യാസ സമയമാണ്, പൈസ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമാണ്. അമ്മ ഹൃദ്രോഗിയാണ്. സാധാരണ ഒരു ജോലി അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല. ആ വീട്ടമ്മയായിട്ടിരിക്കുന്ന ആ അമ്മ ആ ഒരു സമയത്തൊരു തീരുമാനമെടുത്തു, ഈ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുക്കി. ഞങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസം വരെ ആ ഒരു അമ്മ വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുത്തതിലൂടെ കിട്ടിയ ആ ഒരു തുക, ആ ഒരു വരുമാനം ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. ഇന്ന് വളരെയധികം ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ പറ്റും. ഫേസ്ബുക്കും വാട്സാപ്പും അങ്ങനെ പലതും ഉപയോഗിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു കുടുംബത്തിനെ എങ്ങനെയാണോ, ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഒരു വീട്ടിലൂണ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ളൊരു കുടുംബമാണെങ്കിൽ നിസ്സാരം ഒരു വീട്ടിലൂണ് നടത്തിയാൽ പോലും ആ സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് അതിജീവിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്താണോ ഒരു അധിക വരുമാനത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അത് ഈഗോ ഒഴിവാക്കി, മുൻധാരണകൾ ഒഴിവാക്കി വരുമാനത്തിന് വേണ്ടി മറ്റൊരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം കൂടിയാണ് എനിക്ക് പരാമർശിക്കാനുള്ളത്, അത് ഡിസിപ്ലിനാണ്. അത് ജീവിതത്തിൽ കൊണ്ടുവന്നില്ല എങ്കിൽ എങ്ങനെയാണോ ഇപ്പോൾ നാം കടബാധ്യതയിൽ അകപ്പെട്ടത്, അതേ രൂപത്തിൽ നാളുകളിൽ ഈ ബാധ്യത തീർത്താലും മറ്റൊരു ബാധ്യതയിലേക്ക് നമ്മൾ ചെന്നുപെടും. എപ്പോഴും വരവനുസരിച്ച് ചെലവാക്കാൻ വേണ്ടി പഠിക്കുക. നമുക്ക് ചെലവ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വരവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നല്ല ഒരു സാമ്പത്തിക അച്ചടക്കവും ജീവിതത്തിൽ ഒരച്ചടക്കവും കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനം ഈ ഒരു കാര്യത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടം സമാധാനത്തോടെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ കഴിയണം. എത്ര മനോഹരമായ വീട് വെച്ചാലും, എത്ര വില കൂടിയ കാറ് വാങ്ങിച്ചാലും, എത്ര ആഡംബരത്തിൽ സമൂഹത്തിന് മുമ്പിൽ മറ്റുള്ളവരോട് മത്സരിച്ച് ജീവിച്ചാലും, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കുറക്കം സ്വസ്ഥമായിട്ട് കിട്ടാത്തത്ര ടെൻഷനിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം വൃഥാവിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അച്ചടക്കം ജീവിതത്തിൽ കൊണ്ടുവരിക. ഇപ്പോൾ സംഭവിച്ച അവസ്ഥകൾ പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ആത്മവിശ്വാസം നിലനിർത്തുക. കാരണം ഇത് ഞാൻ പറഞ്ഞപ്പോൾ വളരെ ഈസിയായി ഈ കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിലും ഇത് ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ അത്ര വേഗത്തിൽ നമ്മൾ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സമയമെടുക്കും.
ഏതൊരു പ്രവൃത്തിക്കും സമയമെടുക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്ഷമ, ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിൽ, ശുഭാപ്തി വിശ്വാസത്തിൽ ഈ പ്രവർത്തനം നിരന്തരം ചെയ്യുക, ആ പ്രശ്നങ്ങളെ അതിജീവിക്കുക. അതേപോലെ തന്നെ ഈ ഒരവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തീർച്ചയായും നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടും നമുക്ക് ഈ ഒരു മേഖലയിൽ അതിജീവിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അതിനെല്ലാ കൂട്ടുകാർക്കും, അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സഹായകരമാകാൻ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.